വാട്ട് ഇസ് ജി സീരീസ് പ്രോസസർ? ജി സീരീസ് പ്രോസസർ എന്ന് പറഞ്ഞാൽ AMD നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രോസസർ ഇസ് എൻ APU എന്നാണ്. സോ APU എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ APU എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആക്സിലറേറ്റഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്. എന്ന് വെച്ചാൽ സിമ്പിൾ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസറിൻ്റെ അകത്ത് ഗ്രാഫിക് കോഴ്സ് കാണും. സോ അതുകൊണ്ട് നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 20-25K കൊടുത്തൊരു ഗ്രാഫിക് കാർഡ് വാങ്ങുന്നതിന് പകരം നമുക്കൊരു ഓവറോൾ ഒരു 30-35K വെച്ചിട്ട് ഒരു ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നിങ്ങൾക്കൊരു ഗ്രാഫിക് കാർഡിൽ ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. സോ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളൊരു ഗെയിമറാണ് ആൻഡ് നിങ്ങൾക്ക് ഒരു 30-35K തന്നെ ഒരു PC ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളൊരു പ്രൊസസ്സർ ഇൻറ്റൻസീവ് വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്ക് അതിൽ ഗ്രാഫിക് കാർഡ് ഒരു വലിയ റോൾ അവിടെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആളിനും ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ നോർമൽ ഒരു യൂസറാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ വലിയ ടാസ്ക് ഒന്നുമില്ല, ജസ്റ്റ് യൂട്യൂബ് വീഡിയോസ് കാണുക, ഫിലിം കാണുക, അങ്ങനത്തെയൊക്കെ ഒരു ആണെങ്കിൽ അവർക്കിത് ചൂസ് ചെയ്യാം. ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 GB റാം നിങ്ങൾ അതിൽ എന്തായാലും യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള മെയിൻ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ CPUസിൽ ഗ്രാഫിക് കോഴ്സ് മാത്രമേ ഉള്ളൂ, ഗ്രാഫിക് മെമ്മറി ഇല്ല. സോ നമ്മുടെ റാമിനെ തന്നെയാണ് അത് ഗ്രാഫിക് മെമ്മറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ റാം ഗ്രാഫിക് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് മെയിൻ ടാസ്ക്, ഇപ്പോൾ ഗെയിമിംഗ് ആണെങ്കിൽ ഗെയിമിംഗ് അത് യൂസ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് യൂസ് ചെയ്യും. സോ നമ്മൾ 16 GB കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൺജസ്റ്റഡ് ആവും. സോ അങ്ങനെ കൺജസ്റ്റഡ് ആവാതെ കുറച്ചും കൂടി ഒരു ഹെഡ് റൂം ഇടാൻ വേണ്ടിയിട്ടാണ് 16 GB റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് 16 അല്ലാതെ നിങ്ങൾ 32 പോയാലും അത് അത്യാവശ്യം കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് 16 എന്തായാലും വയ്ക്കുക, അതിന് കുറച്ച് കൊണ്ടുവരില്ല മീൻസ്. സോ അതാണ് മെയിൻ തിങ്. സോ നിങ്ങൾക്ക് ജി സീരീസ് പ്രോസസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗീവ് ദ വീഡിയോ തംസ് അപ്പ്. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ കണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു വെലോണിക്സ്. See you till the next video. Till then, peace guys.